വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ വിശിഷ്ട വ്യക്തികളെ, ഇന്ത്യയിലെ പ്രമാദമായ ഭീകരാക്രമണ കേസുകളിൽ ദീർഘകാലം ജയിൽ ജീവിതം അനുഭവിക്കേണ്ടി വന്ന നിരപരാധികളായ ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, ദൈവം തമ്പുരാൻ്റെ രക്ഷയും സമാധാനവും നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഏറെ പ്രസക്തമായ ചരിത്രപ്രധാനമായ ഒരു സംഗമത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 1.5 പതിറ്റാണ്ട് കാലമായി ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങളുടെയും തീവ്രവാദങ്ങളുടെയും ഒട്ടനവധി വാർത്തകൾ കൊണ്ട് മുഖരിതമാണ് നമ്മളുടെ സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷം. ഏറ്റവും ഒടുവിൽ UP നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അതിൻ്റെ കലാശക്കൊട്ടിലും രാജ്യം സാക്ഷ്യം വഹിക്കേണ്ടി വന്നത് മറ്റൊരു ഭീകരാക്രമണത്തിനാണ്. ഈ ഭീകരാക്രമണങ്ങളും തീവ്രവാദ കേസുകളും ബോംബ് സ്ഫോടനങ്ങളും ആത്യന്തികമായി എന്താണ് നമ്മുടെ രാജ്യത്ത് അതുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സാമൂഹിക പ്രത്യാഘാതങ്ങൾ എന്നതിനെക്കുറിച്ച് നമ്മുടെ രാജ്യം ജനാധിപത്യത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ഇനിയും ഒരുപാട് ആലോചനകളും പുനർവിചിന്തനങ്ങളും നടത്തേണ്ടതുണ്ട് എന്നാണ് ഈ രാജ്യത്തിലെ മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങൾ, സോളിഡാരിറ്റി ഉൾപ്പെടെയുള്ള മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളും കൂട്ടായ്മകളും ആക്ടിവിസ്റ്റുകളും ഈ രാജ്യത്തോട് ആവശ്യപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഈ ഭീകരാക്രമണങ്ങളും തീവ്രവാദ ആക്രമണങ്ങളും ബോംബ് സ്ഫോടനങ്ങളും ആരുടെ തിരക്കഥയനുസരിച്ചാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ തീവ്രവാദ ആക്രമണങ്ങൾ, ബോംബ് സ്ഫോടനങ്ങൾ, ഭീകരാക്രമണങ്ങൾ അതെന്ത് പ്രത്യാഘാതമാണ് നമ്മുടെ സമൂഹത്തിലുണ്ടാക്കുന്നത്? ഈ ആക്രമണങ്ങളിൽ യഥാർത്ഥത്തിൽ തന്നെ ശിക്ഷിക്കപ്പെടുന്നത് ആരാണ്? വിട്ടയക്കപ്പെടുന്നത് ആരൊക്കെയാണ്? കുറ്റവാളികളായി നമ്മുടെ മാധ്യമങ്ങളിലൂടെ അവതരിപ്പിക്കപ്പെടുന്ന എത്രയോ മനുഷ്യർ, അവർ യഥാർത്ഥത്തിൽ തന്നെ കുറ്റവാളികളായിരുന്നോ അതല്ല നിരപരാധികളായിരുന്നോ എന്ന് തുടങ്ങിയ ഒട്ടനവധി ചോദ്യങ്ങളും സംശയങ്ങളും സന്ദേഹങ്ങളും ഇന്ത്യയിലെ ഭീകരാക്രമണ കേസുകൾ എന്ന ടൈറ്റിലിൽ അറിയപ്പെടുന്ന കേസുകളെക്കുറിച്ച് നാം അങ്ങനെ ഒരു ആലോചന നടത്തേണ്ടി വരും. ഇന്ത്യൻ മാധ്യമങ്ങളിലൂടെ കൊടിയ തീവ്രവാദികൾ, ഭീകരവാദികൾ എന്ന പട്ടം ചാർത്തിയിട്ട് ആഘോഷിക്കപ്പെട്ട ഏതാനും മനുഷ്യരാണ് ഈ വേദിയിലിപ്പോൾ എനിക്ക് പിന്നിലായിട്ട് അണിനിരന്നിരിക്കുന്നത്. വളരെ പ്രമാദമായ കേസുകളാണത്. മക്ക മസ്ജിദ് സ്ഫോടനം എന്നത് ഇന്ത്യയിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഒരു ഭീകരാക്രമണമായിരുന്നു. ജയ്പൂരിൽ നടന്ന സ്ഫോടനം, മക്ക മസ്ജിദ് സ്ഫോടനം, മാലേഗാവ് സ്ഫോടനം, അജ്മീർ സ്ഫോടനം, സംജോത എക്സ്പ്രസ് സ്ഫോടനം, പാർലമെൻ്റ് ആക്രമണം, ഇന്ത്യയിൽ വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ച ഇങ്ങനെയുള്ള ഒരുപാട് ഭീകരാക്രമണങ്ങളും സ്ഫോടനങ്ങളും തീവ്രവാദ ആക്രമണങ്ങളുമുണ്ട്. ഈ കേസുകളിൽ പിന്നീട് എന്താണ് സംഭവിച്ചത്
എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു വേള നമ്മുടെ സമൂഹം അത്ര അറിയില്ല. ആ സമയത്ത് വലിയ ബഹളങ്ങളും കോലാഹലങ്ങളും രാജ്യത്ത് സംഭവിക്കും. മാധ്യമങ്ങൾ വലിയ ചർച്ചകൾ സൃഷ്ടിക്കും. നമ്മുടെ നിയമനിർമ്മാണ സഭകളിൽ വലിയ ബഹളങ്ങൾ അത്തരം സന്ദർഭങ്ങളിൽ ഉയർന്നു വരാറുണ്ട്. അതേസമയം ഇത്രയും വലിയ കേസുകളിൽ, ഇത്രയും വലിയ ഭീകരാക്രമണങ്ങളിൽ പിന്നീടെന്ത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച് ഒരു വേള നമ്മുടെ ഭരണകൂടം തന്നെയും നമ്മുടെ പൊതുസമൂഹവും സിവിൽ സമൂഹവും നമ്മുടെ മാധ്യമങ്ങളും നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നമ്മുടെ ഭരണകൂടങ്ങളും സാംസ്കാരിക പ്രവർത്തകരും ആ കേസുകളിൽ പിന്നീടെന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് പലപ്പോഴും അറിയാറില്ല. കൊടിയ തീവ്രവാദികളും കുറ്റവാളികളും ഭീകരന്മാരുമായിട്ട് അന്ന് മാധ്യമങ്ങളിൽ നമ്മുടെ സമൂഹങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ട മനുഷ്യർ നിരപരാധികളായിരുന്നു എന്ന് കണ്ട് 10-15 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിലെ വലിയ ജയിലുകളിൽ കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് നരകതുല്യമായ ജീവിതം നയിച്ചതിന് ശേഷം 10-15 വർഷങ്ങൾക്ക് ശേഷം നിരപരാധികളാണെന്ന് കണ്ട് വിട്ടയക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നത് ഇന്ത്യയിലിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അവരുടെ ചില പ്രതിനിധികളാണ് ഇന്നിപ്പോൾ ഇവിടെ സംഗമിച്ചിരിക്കുന്നത്. തീവ്രവാദത്തെക്കുറിച്ച് പറയുമ്പോൾ, ഭീകരവാദത്തെക്കുറിച്ച് പറയുമ്പോൾ വിഷയം ചർച്ച ചെയ്യാൻ തന്നെ സമൂഹം മടിക്കുകയോ ഭയക്കുകയോ ചെയ്യുന്നു എന്നൊരന്തരീക്ഷം നമ്മുടെ രാജ്യത്തുണ്ട്. അതല്ലെങ്കിൽ വിഷയം തീവ്രവാദമാണെങ്കിൽ, ഭീകരവാദമാണെങ്കിൽ നമ്മുടെ മാധ്യമങ്ങൾക്കും നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും നമ്മുടെ ഭരണകൂടങ്ങൾക്കും പലപ്പോഴും ഏകപക്ഷീയമായ വിശകലനങ്ങളും ഏകപക്ഷീയമായ വിശദീകരണങ്ങളും മാത്രമേ അവരിൽ നിന്ന് സംഭവിക്കുന്നുള്ളൂ എന്ന നിസ്സഹായാവസ്ഥയും നമ്മുടെ സമൂഹത്തിലുണ്ട്. നാം ഒരു കാലത്ത് തീവ്രവാദികൾ എന്ന് വിളിച്ചാക്ഷേപിച്ചവർക്കും മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ട്, നീതിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ചരിത്രപ്രധാനമായ സംഗമത്തിന് കേരളത്തിൽ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് മുൻകൈയെടുത്തത്. നമ്മൾ ഭീകരവാദികൾ എന്ന് വിളിച്ചാക്ഷേപിച്ചവർ, നമ്മൾ തീവ്രവാദികൾ എന്ന് പട്ടം ചാർത്തിക്കൊടുത്തവർ, അവർക്കെന്താണ് സംഭവിച്ചത്? അവർക്ക് മാത്രമല്ല, അവർ ഈ സമൂഹത്തിലെ അനേകം മനുഷ്യരുടെ, അനേകം കുടുംബങ്ങളുടെ പ്രതിനിധികളാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ആ മനുഷ്യർക്കെന്ത് സംഭവിച്ചു? ആ കുടുംബങ്ങൾക്കെന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് ഒരു ജനാധിപത്യ സമൂഹം എന്ന നിലയിൽ കേൾക്കുവാനെങ്കിലും നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മളെന്ന് പറഞ്ഞാൽ നാം ഭരണകൂടമാണ്, നാം സിവിൽ സൊസൈറ്റിയാണ്, നാം മാധ്യമങ്ങളാണ്, നാം ആക്ടിവിസ്റ്റുകളാണ്, നാം ഈ രാജ്യത്തിൻ്റെ നയനിലപാടുകൾ രൂപീകരിക്കുന്നതിൽ പല രീതിയിൽ കണ്ണികളായിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരാണ്. അവരുടെ നിസ്സഹായാവസ്ഥയെങ്കിലും കേൾക്കുവാൻ നമ്മൾ ബാധ്യസ്ഥമാണ് എന്ന അർത്ഥത്തിലാണ് ഇങ്ങനെ ഒരു സംഗമം പ്രസക്തമാകുന്നത് എന്നാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് വിശ്വസിക്കുന്നത്. ഇന്ത്യയിലെ മനുഷ്യാവകാശ മേഖലകളിൽ വിവിധ തലങ്ങളിൽ നിന്നുകൊണ്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന, പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അനേകം മനുഷ്യാവകാശ കൂട്ടായ്മകളും ആക്ടിവിസ്റ്റുകളുമാണ് ഈ സംഗമത്തിന് സോളിഡാരിറ്റിയോടൊപ്പമുള്ളത്. കഴിഞ്ഞ 2016 ഒക്ടോബർ 2 ഡൽഹിയിൽ തലസ്ഥാനത്ത് ഇത്തരമൊരു സംഗമം സംഘടിപ്പിക്കുകയുണ്ടായി. ഇന്നസെൻസ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങളുടെയും തീവ്രവാദ കേസുകളിലും പ്രതിചേർക്കപ്പെട്ട് ദീർഘകാലം ജയിലറകളിൽ നരകതുല്യമായ ജീവിതം നയിച്ചതിനു ശേഷം നിരപരാധികളാണെന്ന് കണ്ട് കോടതികൾ വിട്ടയച്ച നിസ്സഹായരായ മനുഷ്യരുടെ കൂട്ടായ്മയാണ് ഇന്നസെൻസ് നെറ്റ്വർക്ക്. 2016 ഒക്ടോബർ 2 ഡൽഹിയിൽ അവർ സംഗമിക്കുകയുണ്ടായി. അവരുടെ ചരിത്രത്തിലെ, ഇന്ത്യയുടെ തന്നെ ചരിത്രത്തിലെ അത്തരമൊരു സംഗമം ആദ്യത്തേതായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ സംഗമത്തിൻ്റെ തുടർച്ചയിലാണ് കേരളത്തിലും ഇങ്ങനെ ഒരു സംഗമത്തിന് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് മുൻകൈയെടുത്തത്. ധാരാളം മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങൾ, ധാരാളം ആക്ടിവിസ്റ്റുകൾ ഈ സംഗമത്തിനോടൊപ്പമുണ്ട്. ഈ സംഗമത്തിൻ്റെ സംഘാടകരായി ഇതിൻ്റെ പിന്നിലും
മുന്നിലും പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ PUCL ഉണ്ട്, NCHRO ഉണ്ട്, അതേപോലെ തന്നെ ജാമിയ മില്ലിയയിലെ ടീച്ചേഴ്സ് സോളിഡാരിറ്റി ഫോറം ഉണ്ട്. ഇങ്ങനെ ധാരാളം മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങൾ, 10ലധികം മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളും ആക്ടിവിസ്റ്റുകളും അണിനിരന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഗമം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തും എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. നീതി എന്നത് ഒരു ജനാധിപത്യ സമൂഹത്തെ നിലനിർത്തുന്നതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. 5 വർഷം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നു എന്നത് മാത്രമല്ല നമ്മുടെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന ഘടകം. ഈ രാജ്യത്തിലെ അവസാന മനുഷ്യനും നീതി ലഭ്യമാവുക, അവരോട് അനീതി കാണിക്കപ്പെടുന്നില്ല എന്ന് ഭരണകൂടത്തിന് ഉറപ്പുവരുത്താൻ കഴിയുക എന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിൻ്റെ ആത്മാവിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന കാര്യമാണ്. അതിൽ തന്നെയാണ് നമ്മുടെ രാജ്യത്ത് ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് വിഷയം. അതുകൊണ്ടുതന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ അന്തരീക്ഷത്തെ നിലനിർത്തുവാൻ, നമ്മുടെ രാജ്യത്തെ സകല മനുഷ്യർക്കും ഞങ്ങൾ ഈ നാട്ടുകാരാണ്, ഞങ്ങൾ ഈ രാജ്യനിവാസികളാണ് എന്ന ബോധം ഉണർത്തുവാൻ ഈ കൂട്ടായ്മ, ഇങ്ങനെ ഒരു സംഗമത്തിന് കഴിയും എന്നാണ്, അതിനെ ശക്തിപ്പെടുത്താൻ കഴിയുമെന്നാണ് സോളിഡാരിറ്റി വിശ്വസിക്കുന്നത്. ഇന്ത്യയിലെ പ്രമാദമായ കുറച്ച് കേസുകളാണ് ഇന്നിപ്പോൾ ഇവിടെ ഈ സംഗമത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൽ മക്ക മസ്ജിദ് സ്ഫോടന കേസുണ്ട്. അതിൽ പ്രതി ചേർക്കപ്പെട്ട് ജയിലിലടക്കപ്പെട്ട് പിന്നീട് നിരപരാധിയാണെന്ന് കണ്ട് വിട്ടയക്കപ്പെട്ട നിസ്സഹായനായ മനുഷ്യൻ നമ്മോടൊപ്പമുണ്ട്. അതേപോലെ തന്നെ അഹമ്മദാബാദ് സ്ഫോടനമുണ്ട്, ഹൂബ്ലി സ്ഫോടന ഗൂഢാലോചനയുണ്ട്, പാനായിക്കുളം കേസുണ്ട്. ഇങ്ങനെ ഇന്ത്യയിൽ തന്നെ വളരെ പ്രമാദമായ വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ച 6-7 കേസുകളാണിപ്പോൾ ഇന്നിവിടെ ഈ സംഗമത്തിൻ്റെ വിഷയമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മളോട് അവരുടെ ജീവിതാവസ്ഥകൾ എന്തായിരുന്നു സംഭവിച്ചത് എന്നതിനെക്കുറിച്ചുള്ള നേർസാക്ഷ്യങ്ങൾ, നേരനുഭവങ്ങൾ ഒരു മറയുമില്ലാതെ അവർ നമ്മളോട് പറയും. അവരുടെ അനുഭവത്തിൽ നിന്നുകൊണ്ട്, ഇന്ത്യയുടെ സാമൂഹിക അനുഭവത്തിൽ നിന്നുകൊണ്ട് എന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള വിധിപ്രസ്താവം നടത്തുവാൻ വളരെ പ്രഗത്ഭരായ ആളുകളാണിവിടെ അണിനിരന്നിരിക്കുന്നത്. പ്രസിദ്ധ ചരിത്രകാരനായ നമ്മുടെ നാട്ടുകാരൻ, മലയാളി കൂടിയായ, ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്ററി റിസർച്ചിൻ്റെ മുൻ ചെയർമാൻ കൂടിയായ ഡോക്ടർ MGS നാരായണൻ സാർ നമ്മുടെ വേദിയിലുണ്ട്. അദ്ദേഹം ഈ സംഗമത്തിൽ നമ്മളോടൊപ്പം ഉണ്ട്. ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തിയെടുക്കുവാൻ വേണ്ടിയുള്ള, ഈ രാജ്യത്തെ എത്രയോ മനുഷ്യർ സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് ബഹുമാന്യനായ MGS നാരായണൻ സാർ അദ്ദേഹത്തിൻ്റെ ആരോഗ്യപരമായ അവശതകൾക്കിടയിലും നമ്മളോടൊപ്പം വന്നു ചേർന്നിരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തെ വളരെ സ്നേഹോഷ്മളമായി ഏറെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. രണ്ടാമതായി K. സുബ്രഹ്മണ്യൻ സാറാണ്, IPS ഉദ്യോഗസ്ഥൻ. അദ്ദേഹം സെൻട്രൽ ഇൻ്റലിജൻസ് ബ്യൂറോയുടെ മുൻ അസിസ്റ്റന്റ് ഡയറക്ടർ കൂടിയാണ്. എങ്ങനെയാണ് ഭരണകൂട ഭീകരത വളരെ കൃത്യമായി ഏറെ ആസൂത്രണത്തോടുകൂടി നമ്മുടെ രാജ്യത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് വളരെ ആധികാരികമായി തന്നെ നമ്മോട് സംസാരിക്കുവാൻ, ഈ രാജ്യത്തിന് മുമ്പാകെ സംസാരിക്കുവാൻ ഏറെ കഴിവും അനുഭവമുള്ള ആളാണ് ബഹുമാന്യനായ ഡോക്ടർ K. സുബ്രഹ്മണ്യൻ സാർ. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക്, ഈ സംഗമത്തിലേക്ക് സ്നേഹോഷ്മളമായി സ്വാഗതം ചെയ്യുകയാണ്. മൂന്നാമതായി ബഹുമാന്യനായ പ്രൊഫസർ രവിവർമ്മകുമാർ സാറാണ്. അദ്ദേഹം അഡീഷണൽ സോളിസിറ്റർ ജനറലാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക്, ഈ സംഗമത്തിലേക്ക് ഏറെ ബഹുമാന പുരസ്സരം സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാന്യനായ ഡോക്ടർ സജ്ജാദ് ഹസൻ സാർ, അദ്ദേഹം നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹം പഴയ IAS ഉദ്യോഗസ്ഥനാണ്. രാജ്യത്ത് ഭരണകൂട ഭീകരതയ്ക്കെതിരായ മനുഷ്യാവകാശ പോരാട്ടങ്ങളുടെ മേഖലയിൽ ധാരാളം സംഭാവനകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ ഡോക്ടർ സജ്ജാദ് ഹസൻ സാറെ ഈ വേദിയിലേക്ക്, ഈ സംഗമത്തിലേക്ക് ഏറെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യയായ ഡോക്ടർ അഡ്വക്കേറ്റ് വസുധ നാഗരാജ്, അദ്ദേഹം പ്രസിദ്ധയായ
ഹ്യൂമൻ റൈറ്റ് ആക്ടിവിസ്റ്റാണ്, അഡ്വക്കറ്റാണ്. അദ്ദേഹത്തെയും അവരെയും ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുകൊണ്ടുള്ള ബഹുമാന്യനായ പ്രൊഫസർ MB നാരായണൻ സാർ, അദ്ദേഹവും ഈ ജൂറിയിൽ നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹവും നമ്മളോട് സംസാരിക്കും. അദ്ദേഹത്തെയും ഏറെ സ്നേഹോഷ്മളമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സർവോപരി ആദരണീയയായ മനീഷ സേത്തി നമ്മളോടൊപ്പമുണ്ട്. കാഫ്കാനാട് എന്ന പ്രസിദ്ധമായ പുസ്തകത്തിലൂടെ ഇന്ത്യയിൽ ഭരണകൂട ഭീകരതയുടെ ആഴവും പരപ്പും ഈ രാജ്യത്തെ ബോധ്യപ്പെടുത്തിയ, ഈ രാജ്യത്തെ മനുഷ്യാവകാശത്തിന് വേണ്ടി, പൗരജീവിതത്തിൻ്റെ സ്വസ്ഥതയ്ക്കു വേണ്ടി അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാന്യയായ മനീഷ സേത്തി, സോളിഡാരിറ്റിയുടെ ഉറ്റ സുഹൃത്തുകൂടിയായ മനീഷ സേത്തിയെ ഈ വേദിയിലേക്ക് സ്നേഹോഷ്മളമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ വേദിയിൽ അണിനിരന്നിരിക്കുന്ന വിവിധ കേസുകളിൽ നിരപരാധികളായിട്ട് ശിക്ഷയേറ്റുവാങ്ങേണ്ടി വന്ന, തടവറയിൽ ജീവിതം ഹോമിക്കേണ്ടി വന്ന നിസ്സഹായരായ നമ്മുടെ സുഹൃത്തുക്കളെ ഈ വേദിയിലേക്ക് ഒറ്റ വാക്കിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അവരെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചുമുള്ള സവിസ്തരമായ വിശദീകരണങ്ങൾ ഇവിടെ നടക്കും എന്നതുകൊണ്ട് അവരെ പരിചയപ്പെടുത്തുവാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുന്നില്ല. ഈ പരിപാടിയുടെ സംഘാടകരായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റിൻ്റെ ഭാരവാഹികൾ, ഇന്നസെൻ്റ് നെറ്റ്വർക്കിൻ്റെ ഭാരവാഹികൾ, കിൽ ഫൗണ്ടേഷൻ്റെ ഭാരവാഹികൾ, ഇതിൻ്റെ സഹസംഘാടകരായ ധാരാളം ആക്ടിവിസ്റ്റ് ഗ്രൂപ്പുകളുടെ ഭാരവാഹികൾ, എല്ലാവരെയും ഒറ്റവാചകത്തിൽ ഞാൻ ഈ പരിപാടിയിലേക്ക് ഏറെ ആദരവോടുകൂടി അഭിവാദ്യം ചെയ്യുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. സർവോപരി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഈ ചരിത്ര സംഗമത്തിന് സാക്ഷികളാകുവാൻ ഇവിടെ എത്തിച്ചേർന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർക്കും സഹോദരിമാർക്കും സ്നേഹോഷ്മളമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുവാൻ, സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള വിവിധങ്ങളായ സമരങ്ങളെയും ഇടപെടലുകളെയും വിജയത്തിലെത്തിക്കുവാൻ ഈ സംഗമം പ്രചോദനമേകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.